കൊടിയേറി മക്കളെ, ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. അച്ഛൻ പാടിയ പാട്ട് നീ കേട്ടോ. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടോ? ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ. പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? പഴയ തോഴന്മാരില്ലേ, അതും പണ്ട് എങ്ങനെയൊക്കെ പിരിഞ്ഞു പോയവര്. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയേട് കാണിക്കരുത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. വെൽക്കം ടു ബ്രില്യൻ ആൻഡ് വ്ലോഗ്സ്. ഞാൻ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിൽ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കണ്ടിട്ട് ഞാനിപ്പോ ഒരു കിസ്സല്ലേ കണ്ടത്, അതും ലൈവ്. എംഎച്ചു ക്ലാസ് പ്രസിഡന്റ്, ഇതൊന്നും അത്ര നല്ല ശീലമല്ല കേട്ടോ. കേട്ടിട്ടില്ലേ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എന്താ പ്രസിഡന്റ്, മാവി ഇതുവരെ പൂത്തില്ലേ? കുറിച്ചേർക്കാൻ പോവാ. കർത്താവ്, ഇമ്മാനുവൽ സാർ വടിയായി അപ്പകായി സ്വിച്ച് കഴിഞ്ഞ ക്ലാസ്സിലാ. വീട്ടിൽ പോ. ഇപ്പൊ ഞാൻ ആരാണെന്നും എന്റെ റേഞ്ച് എന്താണെന്നും മനസ്സിലായി കാണൂലോ. അപ്പൊ ഇനി എന്റെ തറവാട്ടിലേക്ക് കമോൺ. നിങ്ങളെ കാണുന്നതാണ് അതിപുരാതനമായ ഷാറ്റ്സ് തറവാട്. നമ്മുടെ തറവാട്ടിലെ തലമൂത്ത കാരണവത്തി നമ്മുടെ സ്വന്തം ഹോപ്പ്. ഈ കാണുന്നതോ കാണിക്കുന്നതോ അല്ലവൻ. മ്യൂസിക്. ഹോബേട്ടിന്റെ സ്വന്തം സോളു അഥവാ സോൾമേറ്റ് സ്കൂബി. നല്ല പ്രായമുണ്ടേനും കെട്ടിക്കാൻ പ്രായമായി എന്ന ഡയലോഗിന്റെ മുമ്പിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും LKG കുട്ടി കളിച്ച് നടക്കുന്ന നമ്മുടെ ഡോഡോ. അതെ അതെ, ചില മന്ദവത്തെ പിള്ളേരുടെ അയ്യടെ കയറി പറഞ്ഞത്. ഇതാര് ഞാനത് നടറ കൊച്ചേർക്ക. പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ഞാനാണ് ഇവിടുത്തെ പ്രസിഡന്റ്. അണ്ടർ കിങ് അണ്ടർ ബോസ്. അയ്യോ ആസ്റ്റോ, അതെനിക്ക് അറിയാം. ഞാനൊരു ഫ്ലോ ചെയ്ത് പറഞ്ഞതല്ലേ.
അങ്ങനെയാണേ നിനക്ക് വിടാം. അപ്പൊ ഒന്നുകൂടെ കേട്ടോ, ഐ എം ദ കിങ്, ഐ എം ദ ബോസ്. സമയം രാവിലെ 10 മണി. വെറുതെ ഇരിക്കണം. ഈയിടെയായിട്ട് ബേബ്സിന് തീരെ സ്നേഹമില്ല. തൽക്കാലം ഇപ്പൊ ഇത്ര സ്നേഹം മതി. ഞാൻ പോവാം. ഇച്ഛായ പോലെ പോവണ്ടേ? പോണോ? Meanwhile, one eternity later. പോവണ്ടേ? പോണോ? ഒന്ന് ഇറങ്ങി പോടാ. ശാപങ്ങള് രാവിലെ പല്ലേച്ചില്ലെങ്കിൽ എന്നാ പഞ്ചസാര ആൾക്കാരനെ ഉറവൊന്നുമില്ല. അവന്മാർക്ക് വലിക്കാൻ ലൈനെങ്കിലും ഉണ്ട്, നമ്മക്കൊന്നും ഇല്ലടിയോട്. ഞാനിങ്ങനെ പുരനിറങ്ങി നിന്ന് പോവേ ഉള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, സിംഗിൾ ലൈഫ്, പീസ്ഫുൾ ലൈഫ്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ഇറ്റ്സ് ദ ബെസ്റ്റ്. എന്നാ നമുക്ക് വല്ല സിംഗിൾ അസോസിയേഷൻ കമ്മിറ്റിയും തുടങ്ങിയാലോ? നല്ല ആശയം. അതിന്റെ പേര് സിംഗിൾസ് റോക്കിംഗ് അസോസിയേഷൻ. എന്ത് സംഭവിച്ചാലും റോക്ക് പോലെ നിൽക്കും നമ്മളൊന്നും ബാധിക്കില്ല. ഞാൻ പ്രസിഡന്റ്, നീ സെക്രട്ടറി. ആരേ വാ, നല്ല കിണ്ണം കാച്ചി പേരായിട്ടുണ്ട്. ഇതൊക്കെ പ്രസിഡന്റിനെ കൊണ്ടേ പറ്റൂ. പ്രസിഡന്റ് ആണ് പ്രസിഡന്റ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. അപ്പൊ പ്രസിഡന്റ്, ഇന്നു മുതൽ നമ്മൾ നമ്മുടെ സിംഗിൾ റോക്കിംഗ് അസോസിയേഷൻ കമ്മിറ്റി യജ്ഞം ആരംഭിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി. പ്രസിഡന്റ്, സെക്രട്ടറി, പ്രസു, സെക്രൂ, സോളു, നീ എഴുതി വെച്ചോ. നീ ഒരു ദിവസം ഞങ്ങളുടെ കമ്മിറ്റിയുടെ വാതിലിൽ വന്ന് മുട്ടും. ഈ ഹോപ്പാ പറയുന്നത്. പക്ഷെ സെക്രൂ, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കമ്മിറ്റിക്ക് വാതിലില്ല. അതിപ്പോ നമുക്ക് ഒരെണ്ണങ്ങ് പണിയിച്ചാ പോരെ? എടക്കോട്ടെ, ഇന്ന് നമുക്കൊരു കത്ത്. നല്ല ജപ്തി നോട്ടീസ് ആയിരിക്കും. ഒരു പ്രോപ്പർട്ടി ഇല്ലാത്ത എനിക്ക് ജപ്തി. ഇപ്പൊ പിന്നെ കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ പ്രസു, അതുകൊണ്ടായിരിക്കും. അരെ വാ, തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉടനെ ജപ്തി. എവിടെ ഉണ്ടാവും ഇത്രയ്ക്ക് വ്യാവുമായിട്ടുള്ള ഒരു കമ്മിറ്റി? രാമനെ കാത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്ന കാര്യമല്ലോ അവിടെ അറിയുന്നുണ്ടോ? കാത്തിരുന്ന് ശരിക്കും മോശിഞ്ഞു. ഞാൻ മനസ്സാ കർണാടക അറിഞ്ഞിട്ടില്ല സെക്രോ. ബാക്കി വായിക്കടാ. കുരുക്ഷേത്രത്തിൽ രാവണ സംഹാരം, യുദ്ധഭൂമിയിൽ സീതാ സ്വയംവരം. ഇതിന്റെ അർത്ഥം രാമനല്ലാണ്ട് മറ്റാർക്കും അറിയില്ല എന്ന് രാമനെ ഓർത്ത് മാത്രം ഓരോ ദിവസവും എണ്ണി നീക്കി കഴിയുന്ന ആസ്റ്ററാമിന്റെ സ്വന്തം സീതാ മഹാലക്ഷ്മി. അയോഗ്യ പ്രസു, കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടിടുവേ. ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഒന്നുമില്ലടാ, എന്റെ സോളിനൊന്നുമില്ല. ഇന്ന് മുതൽ സീത രാമന്റെ പെങ്ങള് അല്ലെങ്കിൽ ബെസ്റ്റി. ഇപ്പൊ കോഴികൾക്ക് വരെ ഫ്രീ കമ്പയർ ബെസ്റ്റ് ചെയ്യുന്ന. ആരാ കുട്ടി? എന്താ ഇവിടെ? അതെ കുട്ടി, എനക്ക് കുട്ടിയുടെ മാമനാവാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെ കുട്ടിയെന്ന് മനസ്സ് വെച്ചാ ഞാൻ കുട്ടിയുടെ ബോയ്സി ആകാം. അതൊരു സ്മാരകമല്ലേ?
മിക്കവാറും വേണ്ടി വരും. എടാ മാമ ഷേ രാമ തേടാ നിന്റെ സീത വന്നേക്കുന്നു. പെങ്ങളേതാ? രാമേട്ടന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഏട്ടൻ താലി കെട്ടിയ നിങ്ങളുടെ സ്വന്തം സീത, സീതാ മഹാലക്ഷ്മി. അയ്യോ മച്ചാച്ച, അയ്യോ എന്റെ സോളുവിന്റെ കാറ്റ് പോയി. അയ്യോ എന്റെ സോളു, എന്നെ കൂടി കൊണ്ടുപോവാ സോളു. എന്റെ ബേബി നീ ഇങ്ങനെ കരയല്ലേ? താലി പോയിട്ട് രക്ഷാബന്ധന രാഖി പോലെ ഞാൻ ഇന്നേവരെ ഒരു മനുഷ്യനും കെട്ടിക്കൊടുത്തിട്ടില്ല. അതെ, ആൻസർ ഷീറ്റിന്റെ ടോയും പോലും എന്റെ പ്രസിഡന്റ് വരെയും കിട്ടിയിട്ടില്ല. അതെ, ഒരൊറ്റ പേപ്പറിലെ പരിപാടി നടത്തിട്ട് ഇറങ്ങാറാ എന്റെ പതിവ്. ആ എന്റെ മുഖത്ത് നോക്കി നീ. രാമേട്ടന് എന്നോട് പിണക്കാലേ, വഴക്കും പിണക്കൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം സ്വാമി. ഞാൻ സ്വാമിയല്ല, ഋഷിയല്ല, വെറുതെ എന്നെ ദുർവാസമാക്കി ശാപം വാങ്ങിച്ചേക്കാണ്ട് ഇറങ്ങി പോവെന്നെ. അതെ, ഞങ്ങളുടെ കമ്മിറ്റിയുടെ ആയുസിനു വേണ്ടി ഞങ്ങളുടെ സ്വന്തം പ്രസു ബ്രഹ്മചര്യം വരെ സ്വീകരിച്ചു. അതെ, ആഞ്ജനേയ സ്വാമി പോവിശേഷി ദൂരെ. നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ വിട്ടു പോകുന്ന പരിപാടിയില്ല. പൂർത്തിയായി. ഒരു കത്തുണ്ടായിരുന്നു, വീണ്ടും കത്തോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ കഥയോ കഥാപാത്രങ്ങളോ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതെങ്കിലും വ്യക്തിയുമായി സാദൃശ്യമുള്ളതാണ് എങ്കിൽ തികച്ചും യാദൃശ്ചികം. ഇനിയുള്ള എപ്പിസോഡ് എന്നെങ്കിലും എപ്പോഴെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വല്യണ്ണൻ വിടവാങ്ങുന്നു.